വാർത്തകളിലേക്ക് സ്വാഗതം. വിലസ്ഥിരതയില്ലായ്മയും വിവിധ രോഗബാധകളും കാലാവസ്ഥാ വ്യതിയാനവും കാർഷിക മേഖലയ്ക്ക് തിരിച്ചടിയായി മാറുന്ന ഇക്കാലത്ത് കർഷകർ കൃഷി ഉപേക്ഷിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. എന്നാൽ വർഷങ്ങളായി തുടരുന്ന കൃഷിയെ ഉപേക്ഷിക്കാതെ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുൻപോട്ട് പോകുന്ന കർഷകർക്ക് തിരിച്ചടി സമ്മാനിക്കുന്നത് കൃഷിയിടത്തിലുണ്ടാകുന്ന കാട്ടുപന്നികളുടെ ആക്രമണമാണ്. വാർത്ത കാണാം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാപിറ്റൽ കാർ ഫാൻസി ഓപ്പോസിറ്റ് ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ, കട്ടപ്പന. കാട്ടുപന്നി ആക്രമണം സ്ഥിരമായി കൃഷിയിടത്തിലുണ്ടാകുന്നതോടെ ഒരു തരത്തിലും കൃഷി ചെയ്ത് മുന്നോട്ടു പോകാത്ത സാഹചര്യമാണ് കർഷകർക്കുള്ളത്. കഴിഞ്ഞ ദിവസം കാഞ്ചിയാർ പാലാക്കടയിൽ കൃഷിയിടത്തിൽ വിവിധ ദിവസങ്ങളിലായി എത്തിയ കാട്ടുപന്നികൾ 150ഓളം ഏത്തയ്ക്ക വാഴത്തൈകളാണ് നശിപ്പിച്ചത്. കാഞ്ചിയാർ എലപ്പക്കട സ്വദേശിയായ കാരക്കുന്നിൽ ടോമിച്ചൻ വർഷങ്ങളായി കാർഷിക വൃത്തി ഉപജീവനമാർഗമാക്കി മുന്നോട്ടു പോകുന്ന ആളാണ്. എല്ലാ വർഷവും വിവിധതരം കൃഷിവിളകൾ കൃഷിയിറക്കാറുണ്ട്. കാർഷിക മേഖലയിലുണ്ടാകുന്ന പ്രതിസന്ധികളെ തരണം ചെയ്താണ് ഇദ്ദേഹം കൃഷി ചെയ്ത് മുന്നോട്ടു പോകുന്നത്. 3 മാസം മുൻപ് വിളവിറക്കിയ 1500ഓളം ഏത്തവാഴ തൈകളിൽ 150ഓളമാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി എത്തിയ കാട്ടുപന്നികൾ നശിപ്പിച്ചത്. ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് കൃഷി ഇറക്കിയത്. കൃഷിവിളകൾ ഇങ്ങനെ കാട്ടുപന്നികളെത്തി നശിപ്പിച്ചതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഈ കർഷകൻ. ഈ കഴിഞ്ഞ രാത്രിക്ക് പന്നി വന്നു വെച്ചിട്ട് 55 വാഴയാണ് ഇതിനകത്തുനിന്ന് മൊത്തം കുത്തിക്കളഞ്ഞത്. അതിൻ്റെ തട വരെയും കുത്തിയെടുത്ത് തിന്നുകയായത്. ഇങ്ങനെ നമ്മളിത് യൂണിയൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് ഈ കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ലോണാണ് തിരിച്ചടയ്ക്കാനായിട്ട് യാതൊരു മാർഗവും കാണുന്നില്ല. എന്തെങ്കിലും കൃഷിഭവനിൽ നിന്നോ സർക്കാരിൽ നിന്നോ എന്തെങ്കിലും സാമ്പത്തിക സഹായം കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. കാഞ്ചിയാർ പാലാക്കടയിൽ സുഹൃത്തിന്റെ 1.5 ഏക്കറോളം വരുന്ന സ്ഥലം പാട്ടത്തിനെടുത്താണ് ഇദ്ദേഹം കൃഷി ചെയ്തിരിക്കുന്നത്. വാഴയോടൊപ്പം പാവലും കൃഷി ചെയ്തിട്ടുണ്ട്. കാട്ടുപന്നികളെത്തി വാഴ നശിപ്പിച്ചതിനൊപ്പം പാവലിനും കേടുപാടുകൾ വരുത്തിയിട്ടുണ്ട്. ഏത്തവാഴത്തൈകൾ പൂർണ്ണമായും നശിപ്പിച്ചാണ് കാട്ടുപന്നികൾ കൃഷിയിടത്തിൽ നിന്നും മടങ്ങിയത്. കാർഷിക വൃത്തി ഉപജീവനമാർഗമാക്കിയ ടോമിച്ചന് ഇനി മുൻപോട്ട് കൃഷി ചെയ്തു പോകാൻ കഴിയാത്ത സാഹചര്യമാണ് ഉടലെടുത്തിരിക്കുന്നത്. വിശ്വസിച്ച് കൃഷി ഇറക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലിപ്പോൾ. സർക്കാരിൽ നിന്ന് ധനസഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കർഷകൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ജില്ലയിലെ ഏറ്റവും വലിയ കാർ ഫാൻസി ഷോറൂം ക്യാപിറ്റൽ കാർ ഫാൻസി ഓപ്പോസിറ്റ് ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ, കട്ടപ്പന. അത്യാധുനിക ടെക്നോളജിയിൽ വീൽ അലൈൻമെന്റ് ആൻഡ് വീൽ ബാലൻസിംഗ്, വിദഗ്ധരായ ടെക്നീഷ്യൻസ്മാരുടെ സേവനം, ഏറ്റവും വിലക്കുറവിൽ ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ടയേഴ്സ്, മ്യൂസിക് സിസ്റ്റം, സീറ്റ് കവർ, പവർ വിൻഡോ, റെക്സിൻ, ഫ്ലോർ മാറ്റുകൾ തുടങ്ങി എല്ലാവിധ ആക്സസറീസുകളും. അങ്ങനെ ക്യാപിറ്റൽ കാർ ഫാൻസിയിലെത്തിയപ്പോ ഞങ്ങളും അടിപൊളിയായി. ജിഞ്ചിനാക്കടി. ക്യാപിറ്റൽ കാർ ഫാൻസി ഓപ്പോസിറ്റ്